എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഊട്ടി യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ കോടനാടിൽ സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു പുൽമേട്ടിൽ നമ്മുടെ വണ്ടിയൊക്കെ ഒതുക്കി ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങാം. അതെ, ഡിന്നർ പ്രിപ്പറേഷനിലേക്ക് പോകാം. അതെ, നല്ല കാറ്റും നല്ല തണുപ്പുമുണ്ട്. പുറത്ത് വെച്ചുള്ള കുക്കിംഗ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും. ഇപ്പം കുഴപ്പമില്ല, സൂര്യൻ മറയുന്നിടം വരെ ഓക്കെ. ഇപ്പോഴേ നമുക്ക് നമ്മുടെ അടുക്കള അങ്ങ് തുറക്കാം. ഇത് അടുക്കളയിലേ അപ്പടി പൊടിയൊക്കെയാണ്, ഒന്ന് ആദ്യം ക്ലീൻ ചെയ്യണം. നമ്മുടെ കസേരയൊക്കെ ഇങ്ങോട്ട് എടുത്തിടുക. മറ്റേ തിലകം വന്ന് മറ്റേ പടത്തിനെന്ന് പറയുന്ന പോലെയാണല്ലോ. ബാക്കി മറന്നുപോയി അവന്. ഒരാൾ ഒരു ദിവസത്തെ കിടക്കയൊക്കെ എടുത്തോണ്ട് സ്ഥലം വിടാൻ തുടങ്ങുക. ഇന്ന് പോകണോ? നാളെ പോയാൽ പോരെ? നാളെ ജോലിക്ക് പോകണം. നാളെപ്പാന്ന് ഞാൻ പറഞ്ഞ. നല്ലതായിരുന്നു വൺ ഡേ എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു കാരവനിലെ? സൂപ്പർ ആയിരുന്നു. എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ ഇനിയും വാ, വരാം. ഒരു ദിവസം അങ്ങോട്ട് വാ വീട്ടിലോട്ട്. അതെ, കോട്ടയത്തിനൊക്കെ ഒരു ദിവസം ഇറങ്ങാം. എന്തായാലും വരാം. അപ്പൊ ഓക്കെ ഓക്കെ ബൈ. പോയിട്ട് വരാം. ഞാൻ വരും. പോയിട്ട് വാ, കൊണ്ട് വിട്ടിട്ട് വാ. അതെ, ഊട്ടി വരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടെങ്കിൽ വരും. അപ്പോൾ സാം നമ്മുടെ ഫ്രണ്ടാണ്, സാമിൻ്റെ ചേച്ചിയാണ് കരോളിന്. കണ്ട അനിയത്തിയാണെന്ന് തോന്നുള്ളൂ കേട്ടോ. അതെ, നാളെ ജോലിക്ക് പോകണം, അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. നല്ല അടിപൊളി ഒരു പുൽമേട്. തീയൊക്കെ കത്തിച്ച് കടുങ്കാപ്പിക്ക് വെള്ളം വെച്ചു, പക്ഷേ 7 നിമിഷവും തീ കെട്ടുപോവാ. നല്ല കാറ്റാണ്. ഇവിടെ അധികം ഈ കസേര ഒന്നിട്ട് ഇവിടെ ഇരിപ്പ് നടക്കില്ല. നല്ല തണുത്ത കാറ്റാ, നല്ല തണുപ്പാ. ആരേലും അകത്തുനിന്നൊരു ചൂട് കടുങ്കാപ്പി വെച്ചോണ്ട് വരുവാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നേരം കുടിക്കായിരുന്നു. അതെ, ചേട്ടൻ്റെ ടെൻ്റൊക്കെ ഉണ്ടായിരുന്നു, ഓപ്പൺ ടെൻ്റ് ആയത്. അപ്പം ഞാൻ ഇതുവരെ ടെൻ്റ് അടിച്ചില്ല. എങ്ങനെയാ ചെയ്യുന്നത്? ഇത് പുലി കൊണ്ടോ ഇതോ കിടക്കാണെ പിന്നെ പുലിക്ക് എളുപ്പമുണ്ട്. അപ്പൊ ചേച്ചി പോവാന്നുള്ള തീരുമാനം മാറ്റി പോകുന്നില്ലെന്നാക്കി. ഞാൻ ചേച്ചി നാളെ പോകണമെന്നുണ്ട്, നമുക്ക് പിന്നെ പോയാ പോരെ. നാളെ അല്ല, ഇന്ന് പോകണമെന്നുണ്ടോ? ഇന്ന് പോകണം. അതെ, നാളെ വർക്കിന് പോകണമെന്നുണ്ട് ഇന്ന്. അതെ, അപ്പൊ അതുകൊണ്ട് ഇന്ന് നാളെ പോകാന്ന് തീരുമാനിച്ചു. അതെ, ടെന്റ് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു, ഇതുവരെ നോർത്തിട്ട് ഒരിടത്തും കിടന്നില്ല. ഇല്ല, അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. അതിനില്ല. ആർക്കും ഈ എല്ലാം ഒന്നും ഉണ്ടോന്ന് അറിയത്തില്ല. മിക്കവാറും താമിയതൊക്കെ ഓരോ ഫീസാക്കി കാണും. അതെ, ബെൻഡി ഇതുണ്ട് പുലി വരത്തില്ലെന്ന. ഒന്ന് രാത്രി ഇതിൻ്റെ അകത്ത് നിന്നോക്ക്. പുതിയ ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നേരമായിട്ട് വെള്ളം ചൂടായി പോലും ഇല്ല. എന്നാ പിന്നെ അകത്ത് വെക്കാം, എളുപ്പം അതാ. അല്ല, ഇപ്പൊ ഇത്തിരി കാറ്റ് കുറവുണ്ട്. ഒരു കാര്യം ചെയ്യാം, അകത്ത് വെച്ച് തിളപ്പിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കുടിക്കുക, അതായിരിക്കും നല്ലത്. അല്ല, ഇവിടെ വന്നിരുന്ന് കുടിക്കണമെന്നില്ല, അകത്തിരുന്ന് കുടിച്ചാലും മതി. ഇവിടെ വന്നിരുന്ന് കുടിക്കുന്നതിന് വൈബ് വേറെ അല്ലേ മുത്തേ? നമുക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാം. ഇപ്പൊ കാറ്റില്ല, കുഴപ്പമില്ലല്ലോ. കാറ്റൊക്കെ ഉണ്ട്, ഇവിടുന്ന് കാറ്റ് വന്നു. ഇവിടെ വന്നിരുന്നാടാ. ഇവിടുന്നാണ് ഇവിടെ നിർത്ത്. ഇത് മതിയല്ലോ. നീ പറന്നു പോവുകയല്ല, എങ്ങോട്ട് പോകാൻ? ഇച്ചിരി തണുപ്പ് അല്ല ചൂട് കിട്ടും. കാറ്റുള്ളതുകൊണ്ടാണ് ഇത്രയും തണുപ്പ്. ഇരുട്ടുമ്പോഴത്തേക്കും വണ്ടിക്കകത്ത് കയറണം, അടുക്കളയകത്തേക്ക് തന്നെ മാറ്റുക. കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കപ്പിനകത്ത് എടുത്തോണ്ട് വരാം. കടുങ്കാപ്പി മതിയല്ലോ എല്ലാവർക്കും? കടുങ്കായ ആർക്കെങ്കിലും വേണം? കടുങ്കാപ്പി മതി. രാവിലെ എടുത്തതിന് ഇച്ചിരി കടുപ്പം കൂടുതലായിരുന്നു കേട്ടോ. കടുപ്പം കുറച്ച്, മധുരം മീഡിയം. കടുപ്പം കുറച്ച്, മധുരം കുറച്ച്. നല്ല സ്ഥലം അല്ലേ? നല്ല സ്ഥലം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോടനാട് അടിപൊളി സ്ഥലമാണ്. എസ്റ്റേറ്റാ മെയിനായിട്ട്. അതെ, എസ്റ്റേറ്റും ആ ഏരിയയും നല്ല രസം. എസ്റ്റേറ്റ് നല്ല, അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാ കടുങ്കാപ്പിയൊക്കെ കുടിക്കുക. അത് കഴിഞ്ഞ് വൈകിട്ട് തന്നെ കഴിക്കുന്നത്. ചോറിരിപ്പുണ്ട്, കറി എന്തെങ്കിലും വെക്കണ്ടേ? കറി എന്തെങ്കിലും വൈ, എന്തായാലും ചെറുതായിട്ട് മതി. ഉച്ചക്കത്തെ ഊണേറ്റു. അപ്പൊ ഇനിയിപ്പം വൈകുന്നേരം ചെറുതായിട്ട് കഴിച്ചാ പോരെ? മതി. നീ കുടിച്ചൊരു കൂടുതൽ കഴിച്ചു. ഇന്നിനിപ്പോ രാത്രി ഒരിടത്തും പോകണില്ല, കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. അതെ, ഒരു കാര്യം ചെയ്യാം. കറി തന്നെ വെക്കുന്നത്. ഞാനവിടുത്തെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്താമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയല്ലേ. എങ്ങാനും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിലെ സ്റ്റേഷൻ കയറി ഇറങ്ങിയതുള്ളൂ. ഈ തമിഴ്നാട്ടിലെ സ്റ്റേഷനിലും കയറാൻ മേല. അതിന്റെ ആവശ്യമില്ല, നമുക്ക് നേരത്തെ കിടന്നു. തീയൊന്നും പിടിക്കില്ല, അതിനിപ്പുറം നിന്നെ വല്ല പുലിയും പിടിച്ചോണ്ട് പോകും. അല്ല, പുലി വരാതിരിക്കാൻ വേണ്ടിയാ. തീ കൂട്ടിയിരിക്കാന്നല്ലേ? ടെന്റിലാണോ ഇന്ന് കിടക്കുന്നത്? അല്ല, ഞാൻ ഈ ഫ്രണ്ടിലത്തെ റൂമിനകത്ത്. ടെന്റിൽ കിടന്നു? ക്യാബിനകത്ത് കിടക്കുന്നുള്ളൂ. എനിക്ക് വണ്ടിയുടെ സ്റ്റീറിങ്ങിന് അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോഴുള്ള ആ ഇതില്ലേ, പുലിയെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. പുലിയെ എനിക്ക് പേടിയേ ഇല്ല. പുലിയെ പേടിയില്ല, പിന്നെ പട്ടിയേം പുഴുവിനെയൊക്കെയേ പേടിയുള്ളൂ. അതന്നെ, ഈ പുഴുവിനെ പേടിയോ എന്നാന്നറിയോ? നമ്മുടെ നാട്ടിൽ ഇതേവരെ അതായത് ഏറ്റുമാനൂർ ഭാഗത്തൊന്നും ഈ പുഴുവൊന്നും ഇല്ല. നമുക്ക് ഇതിനെ കാണുമ്പോ ഒരു അരോചകവും
അപ്പോൾ പുലിയുണ്ടോ ഏറ്റുമാൻ്റെ? ആ പുലിപ്രകാശമുണ്ട്, പുലിപ്രസാദുണ്ട്. കടുങ്കാപ്പി വെച്ചപ്പോഴത്തേനും അതെ പെട്ടെന്ന് കടുങ്കാപ്പി തിളച്ച്. കടുങ്കാപ്പി അല്ല കേട്ടോ, വെള്ളം തിളച്ച്. അധികം തണുപ്പിക്കണ്ട, ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. കാപ്പി നല്ല കാറ്റത്ത്, കാറ്റും തണുപ്പും ഉള്ളപ്പം ഇങ്ങനെ കടുങ്കാപ്പിയൊക്കെ കുടിച്ചിരിക്കണം. വാ എല്ലാവരും വാ. വേണ്ട കടുങ്കാപ്പി എടുത്തോണ്ടോ. ക്യാമറമാനെ കിട്ടിയോ? ഇതൊക്കെ കൊടുത്ത് കുടിക്കാൻ തുടങ്ങി. കണ്ടോ അതെ, എങ്ങും ശാന്തത. ചെറിയൊരു വെട്ടമുണ്ട്, സൂര്യൻ അങ്ങ് താന്നിട്ടില്ല കേട്ടോ. ചെറിയൊരു വെട്ടം. ശാന്തതയോ? ആ ഇത്രയും ചീവിട് കിടന്ന് കിക്കി 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 വെക്കുന്നത് വീണ്ടും കേൾക്കുന്നില്ല. അത് പിന്നെ ചീവിയുടെ ഒന്നും കാരണമല്ലേ. ഇതിനെയാണ് ശാന്തത എന്ന് പറയുന്നത്. ആ ഇവിടെ ആനയൊന്നും വരുന്നതല്ലെന്ന് തോന്നുന്നു. ആനപ്പിണ്ടം ഒന്നും ഒരിടത്തും കണ്ടില്ല. പകരം കരടിയായിരിക്കും ഇറങ്ങുന്നത്. കരടിയും പുലിയായിരിക്കും വരുന്നത്. എന്നാലും ഞാനും തേങ്കുപ്പി എടുത്ത് വെളി വെച്ചിട്ട് ഇറന്നാലോ. അതെ അതെ അതെ, ഗ്ലാസ്സൊക്കെ കഴുകി അടുക്കള അടച്ചിട്ട് അകത്ത് കയറി കേട്ടോ. ഇരുട്ടി. അതെ അതെ, ഇരുട്ടുകയും ചെയ്ത് തണുക്കാനും തുടങ്ങി. നല്ല കാർമേഘമുണ്ട്, മഴ പെയ്യുമെന്ന് തോന്നുന്നു രാത്രിയിൽ. കുറച്ച് നക്ഷത്രം കാണാൻ വേണ്ടിയിരുന്ന, ഇപ്പം നക്ഷത്രം ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ ആയിരുന്നേ അവിടെ നക്ഷത്രം ഉണ്ടായിരുന്നു. ചോറിന് കറി എന്നാ വെക്കുന്നതെന്ന് ആലോചിച്ച് ഞാനൊരു കറി കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്ക തുണ്ടമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് കറി വയ്ക്കാം. തുണ്ടമീൻ നമ്മൾ വറുത്ത് കഴിച്ചിട്ടില്ലേ ഉള്ളൂ, കറി വെച്ച് കഴിച്ചിട്ടില്ല. അങ്ങനെ കറി വെച്ചിട്ട് ഒത്തിരി നാളായി കഴിച്ചിട്ട്. ഒത്തിരി നാളായി. വണ്ടിയിൽ നമ്മൾ കറി വെച്ചിട്ടേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തുണ്ടമീൻ കറി, ഇച്ചിരി പച്ചപ്പയർ ഇരിപ്പുണ്ട്, അത് മേൽക്കോട്ടിയും വെക്കാം. പയറരിയണ എത്താ ഞാൻ ചെയ്യാം. ചോദിക്കേണ്ട കാര്യമുണ്ട്, അതിലോട്ട് തന്നെ അത്രേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. എന്നാ കത്തിയൊക്കെ എന്ത് കത്തി ഇതേ അവിടെ ഉണ്ട്. ഇത് പൊന്നു കറി വെച്ചോളൂ ഇന്ന്. വെച്ചോ. എനിക്ക് മീൻകറി വെക്കാൻ അറിയത്തില്ല. തുണ്ടമീൻ വെക്കാൻ എനിക്കറിയത്തില്ല. അല്ലാതെ മീൻകറി അറിയത്തുള്ളൂ. അല്ലാതുള്ള അറിയത്തുള്ളൂ. കുഞ്ഞിക്കണ്ണോട് ചോദിച്ചാൽ മതി, ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളാരും ഇല്ലാത്തപ്പം. അവന് ഞാൻ മീൻകറി വെച്ചു കൊടുത്തു, നെയ്ച്ചോറും കോഴിക്കറിയും വെച്ചു കൊടുത്തു, കറി വെച്ച് കൊടുത്തു. ചിക്കൻ കറി വെച്ചു കൊടുത്തു. യെസ്, പൊന്നു കറി വെച്ചില്ലെങ്കിൽ ഇപ്പം മുത്ത കറി വെക്കും, അത് വേറെ കാര്യം. ഞാൻ യൂട്യൂബ് നോക്കി എന്ത് ചെയ്യും. ആ എന്ത് കറി വേണമെന്ന് പറഞ്ഞാൽ മതി, എല്ലാ സാധനം യൂട്യൂബൊക്കെ ഉണ്ടാക്കി തരാം. ആ എന്തായാലും ടേസ്റ്റ് ഉണ്ടായാൽ പോരെ, കഴിച്ചാൽ പോരെ. അത് മതി, അത് മതി. ആ അത്രേ ഉള്ളൂ. അപ്പം നമുക്കിന്ന് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാം. അതെങ്ങനെ? അതിനധികം സാധനങ്ങളൊന്നും വേണ്ട. ബ്രെഡ്, പിന്നെ അവക്കാഡോ, ഒരു സവോള, കുറച്ച് ഉപ്പ്, ഒരു ഇത്തിരി നാരങ്ങാനീരും വേണം, പിന്നെ കുറച്ച് കുരുമുളക്, അത്രേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഡെക്കറേഷന് ബുൾസയൊക്കെ ഉണ്ടാക്കി വീട്ടിലൊക്കെ വെക്കാം. നല്ല അവക്കാഡോ. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാം ഉണ്ടല്ലോ, ഒന്നേ പകുതി കറുത്ത് പോയോ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ നല്ല അവക്കാഡോ. അപ്പോൾ നമുക്ക് അവക്കാഡോ ആദ്യം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നല്ലതല്ലേ? നല്ല അവക്കാഡോ. ഇത് സ്മാഷ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടെ ജസ്റ്റ് അരിഞ്ഞിട്ടാൽ മതി. എളുപ്പമുള്ള പരിപാടിയാണ്. കറക്റ്റ് പഴുപ്പുവാ. കറക്റ്റ് പഴുപ്പ്. പിന്നെ നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. സവോള ഗ്ലാസ് അകത്തിട്ട് ഡ്രൈവർ ക്യാബിനെ വെച്ച് അരിയാണെങ്കിൽ ഇതിൻ്റെ ഗ്യാസിനകത്ത് നിൽക്കുകയല്ല, കണ്ണ് നീറിയല്ല അധികം. അതെ, കുനുകുനാന്നരിയാം. ഇന്നലെ അവിടെ കിട്ടുന്ന പോലല്ല, ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട് ഇവിടെ. അതാ നല്ല രസമാണ് കാറ്റടിച്ച് വെളിയിൽ നിൽക്കാൻ. ഇപ്പം ഇറങ്ങി വെളിയിൽ നിന്നാൽ വലിയ കുഴപ്പം വരികയല്ല. വേണ്ട, വെറുതെ എന്തിനാ നമ്മൾ വന്യജീവികൾക്കൊരു ശല്യം വന്നു, നമ്മളിവിടെ അങ്ങനെ ഇരുന്ന പോലെ. അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവക്കാഡോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയല്ല, കണ്ടുപഠിക്കട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതന്നെ കേട്ടോ. ലോറിയപ്പം ഉണ്ടാക്കാമല്ലോ. ഇത് എളുപ്പ പരിപാടിയാണ്, പെട്ടെന്ന് പരിപാടി കഴിയും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനല്ല. എനിക്കൊരു ബുൾസയും കൂടെ. ബുൾസയൊന്നുമില്ല, അമ്മ വിഭവസമൃദ്ധമായ കഞ്ഞിയും. കഞ്ഞിക്കൊന്നും ഒരു വിലയില്ല. കഞ്ഞി കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തുണ്ടമീൻ ഇഷ്ടമല്ല കറി വെക്കുന്നത്. ഇഷ്ടമല്ല. വറുത്തുന്ന കഴിക്കാം. അപ്പം സവോള ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. ഇനിയിപ്പം ഒരു നാരങ്ങ, പുളി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നാരങ്ങാനീരിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും, ചെറിയൊരു കുറച്ച് മതി, ഉപ്പൊന്നും അധികം വേണ്ട. കുറച്ച് പെപ്പർ, കുറച്ചുകൂടി. അത്രേ ഉള്ളൂ, പേസ്റ്റ് റെഡി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ഇല്ലേ വേണേൽ ഞാൻ ഇടയ്ക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാറുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കണോ ബ്രെഡിൻ്റെ കൂടെ കഴിക്കണോ? എന്തിൻ്റെ കൂടെ കഴിക്കാം? ചോറിൻ്റെ കൂടെ കഴിക്കാം.
ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല. ചപ്പാത്തിയൊക്കെ ചൂടാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചോണം. അപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. മെഴുക്കുവരട്ടി വെക്കാനൊക്കെ പിന്നെ ഒന്നും അറിയാനില്ല. കടുകൊക്കെ പൊട്ടിച്ചു, 2 പച്ചമുളക് ഇട്ടു, ഇത്തിരി കറിവേപ്പില, 2-3 വെളുത്തുള്ളി കഷ്ണവും കൂടെ ഇട്ടു. ഇത് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടിയൊന്നും ഇടുന്നില്ല, പച്ചമുളക് ഇട്ടേക്കുന്നുണ്ട്. പച്ചമുളക് എരിവുള്ള മുളകാണ്. ഇത് നമുക്ക് പയർ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. പയറും സവാളയുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പയർ അവിടെ ഇരുന്ന് വേട്ടോ, നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് മീൻകറി വെക്കാം. അപ്പോൾ നമുക്ക് അവക്കാഡോ സ്പ്രെഡ് നമുക്ക് ചപ്പാത്തിയിൽ വയ്ക്കാം. ജാമ് തേക്കുന്നവരങ്ങ് പെരട്ടിയാൽ മതി അല്ലേ? മറ്റേ മതി. ബ്രെഡിൻ്റെ കൂടെ ആണ് സൂപ്പർ, എന്നാലും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. വാവ്, എന്തൊരു ടേസ്റ്റ്. താഴെ വീഴല്ല. വേഗത്തില്ല. അതെ, കഴിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഗുണമുള്ള സാധനമാണല്ലോ, ചപ്പാത്തി അല്ല ഇത്. ഒരു മുട്ട ഇതിൻ്റെ അകത്ത് ബുൾസൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഇച്ചിരി ടേസ്റ്റാണ്. എനിക്ക് ഈ കട്ടിംഗ് ബോർഡെ വെച്ച് അരിയാനുള്ള ഒരു പരിചയമില്ല. എനിക്ക് നല്ല പരിചയമുണ്ട്. എനിക്ക് വിരലറയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അരിയാം. അടുത്ത കുക്ക് അവിടെ തന്നെ പരിപാടി. അടുത്ത കുക്ക് ഇത് ടോസ്റ്റ് ചെയ്യുക. ഓംലെറ്റ് ഉണ്ടാക്കുന്നു. ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. അപ്പോൾ അത് തുണ്ടമീൻ കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത്, ചുമന്നുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, വെളുത്തുള്ളി. ഇപ്പോൾ കുക്കിംഗ് തുടങ്ങിയേക്കാം. മുളക് പൊടി വേണ്ടേ? ആ, മുളക് പൊടി വേണം, അത് അന്നേരം ഇട്ടാൽ പോരെ. അപ്പോൾ അതേ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തു. അതിൽ അവക്കാഡോയൊക്കെ വെച്ചു, പിന്നെ ഓംലെറ്റും വെച്ചു. ഇതിങ്ങനെ ഒരുമിച്ച് അങ്ങ് കഴിക്കണോ? ഓംലെറ്റിൽ കുറച്ച് ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. മീൻകറി വെക്കാൻ ആദ്യം നമുക്ക് ഈ മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ. മുളകും മഞ്ഞളൂടെ മിക്സ് ചെയ്താ? ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് എണ്ണ ഒഴിക്കാതെയും ചൂടാക്കാം, വേണം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ചൂടാക്കാം. അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതേ മുളക് പൊടിയൊക്കെ ഒരു നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മീൻകറിക്കുള്ള കുടംപുളിയൊക്കെ ഇത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല, കാരണം ഉണക്കമീനിൻ്റെ ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനാവശ്യത്തിന് മിച്ച ഉപ്പുണ്ട്. ഇനി നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതേ കടുക് ഇട്ട് കൊടുത്തു, ഉലുവായും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നോരോന്നായിട്ടങ്ങ് ഇടാം. ചുമന്നുള്ളി ഇടാം, ചുവന്നുള്ളി, ഇതേ വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിക്കാൻ. അപ്പോൾ അതേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഒത്തിരി മൂപ്പിച്ചില്ല, നല്ലപോലെ വഴറ്റിയെടുത്തു. അപ്പോൾ അതിലേക്ക് ഇനി പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി മൂപ്പിച്ച് വെച്ചേക്കുന്നതാണല്ലോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഇടയല്ല, പുളി കുറച്ചിടാം, നോക്കിയിട്ട് ബാക്കി പുളി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അരപ്പ് നല്ലപോലെ തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. 2 ദിവസത്തിനുള്ള മീൻകറി ഉണ്ടെന്ന് തോന്നുന്നു. നാളെ രാവിലെ പഴയങ്ങനിയോടെ കഴിക്കാം. അപ്പോൾ ഇനി അത് അടച്ച് വെച്ചേക്കാം. ഉപ്പൊക്കെ പിടിക്കട്ടെ. എത്ര നേരം അടച്ചു വെക്കണം? വേഗം വരെ കുറച്ച് നേരം. ഇനിയിപ്പോൾ ഉപ്പ്, മീനിലെ ഉപ്പ് ഇതിലൊക്കെ പിടിക്കണം. ഈ ഉള്ളിയിലും സവോളയിലൊക്കെ, അല്ല ഉള്ളിയിലും വെളുത്തുള്ളിയിലും ഒക്കെ. അതെ നമ്മുടെ മീൻകറി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇവിടെ ചോറ് രാവിലെ വെച്ചല്ലേ, തണുത്തിരിക്കുക, അതൊന്ന് ചൂടാക്കണം. ഇതൊന്ന് ഓണാക്കണമായിരുന്നു. പിന്നെ വേറെ ആരും ഇറങ്ങും? നീ വേണേ സ്വയരക്ഷയ്ക്ക് ഈ കത്തിയും കൂടെ വേണേ കൊണ്ടുപോ. അതെ, പുലി വരികയാണെങ്കിൽ അതിനും പുലി എന്നെ തിന്നുന്ന പുലിയെ ഞാൻ അങ്ങനെ തല്ലിക്കൊന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ആ കേസും പിടിച്ചോണ്ട് ഞാൻ ഇവിടുത്തെ ജയിലിൽ കിടക്കുന്നതിന്റെ വല്ല കാര്യമുണ്ടോ? അല്ല, എനിക്ക് മേല
നിങ്ങൾ രാജ്യം കാണുന്നു, ഞാൻ ജയില് കാണുന്നു. ഇനി പേടിക്കണ്ട, ഇനി പോകും. എന്നാ സ്റ്റാർട്ടായി പിന്നെ പുലി വരികയില്ല. സ്റ്റാർട്ടായി. അതുകൊണ്ട് ഇനി എന്നോട് അവിടെ നിന്ന് ഇരിക്കേണ്ട, ഒച്ച കേട്ടാ പുലി വരത്തില്ലെന്ന് പറഞ്ഞു. ഇന്നലെ പേടിയായിട്ട് പൊന്നുവിനെ വിളിച്ചോണ്ടാ പോയെ അതെ. അല്ലേ? അപ്പോഴേ ചോറുണ്ടേക്കാം. ചോറ്, ഉണക്കമീൻ കറി, തുണ്ടമീൻ കറി, പിന്നെ പച്ചപ്പയർ മെഴുക്കുവരട്ടി. എനിക്കൊരു ശകലം ചോറ് മതിയേ. എല്ലാവർക്കും ഇപ്പോൾ ഇത്തിരി മതി. ഇത്രേ എടുത്തുള്ളൂ ചോറ്? ഇത് മതി. ഉണക്കമീന് രാവിലെ എങ്ങാനും വെള്ളത്തിൽ ഇട്ടിട്ട് വൈകിട്ട് കറി വെച്ചാൽ മതിയായിരുന്നു. ഉപ്പാണോ ഭയങ്കര? ഇത്തിരി ഉപ്പ് കൂടുതലുണ്ട്. ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ അങ്ങനെയായിരുന്നു കറി വെക്കുന്നത്, പക്ഷെ ഞാനത് മറന്നുപോയിരുന്നു സത്യത്തിൽ. അതാണ് സംഭവിച്ചത്. ഇതിൽ ഭാഗ്യവാൻ ആരാന്നറിയോ? ഞാനാ. അതിനാ മീൻകറി കണ്ടില്ല. ശരി എന്നാ. മീൻകറി കഴിക്കില്ലേ? അവന് വേണ്ട, സാമ കഴിച്ചോ. മീൻകറി അങ്ങനെ ഉണ്ടോ മുത്തേ? ഉപ്പ് കൂടുതലുണ്ടോ? ഇല്ലില്ല, ചോറിൻ്റെ കൂടെ കറക്റ്റാ. കുഴപ്പമില്ല, സമാധാനമായി. എന്നാടാ നിനക്ക് മീൻകറി വേണ്ടല്ലോ, ഇന്നലത്തെ മുട്ടക്കറി ഉണ്ടോ? മുട്ടക്കറിയോ? ഇന്നലെ വൈകിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലായിരുന്നു. ഉണ്ടോ? മീൻകറിക്ക് മാത്രമേ സ്നേഹമുള്ളൂ. പൊന്നു കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. നിങ്ങളൊക്കെ എൻ്റെ മീൻകറി കൂട്ടുന്നതല്ലേ, ഇവരോടല്ലേ ചോദിക്കേണ്ടത്. ഇവർ മീൻകറി കൂട്ടിയിട്ടില്ലല്ലോ ഞാൻ വെച്ചേക്കുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പം മോശമെന്ന് പറയാൻ പറ്റിയല്ലോ. അതും ശരിയാ. അല്ല, അത് കുഴപ്പമില്ല, പറയുന്നതിന് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നല്ല ടേസ്റ്റ്. മുഖം കണ്ടാ അറിയാം ഞങ്ങൾ കള്ളാ പറയുന്നത്. കള്ളമൊന്നുമല്ല. നീ കഴിച്ചില്ല, പിന്നെ നീ എന്തിനാ അഭിപ്രായം പറയുന്നേ? എന്നാ ഗോപിക്കാണെ സത്യം നല്ലതാണ്. ആകാശേട്ടനാണെ സത്യം തന്നെ. ഈ മീൻകറിക്ക് നല്ല ഉണക്കപ്പ പുഴുങ്ങിയതാണെങ്കിൽ സൂപ്പറാ. വൈകിട്ട് കപ്പ വെള്ളത്തിയിട്ടേക്കാം. അതും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ആണോ? നിങ്ങൾ നാളെ രാവിലെ കപ്പ പുഴുങ്ങിയേക്കാം. കപ്പയും പഴയങ്ങഞ്ഞി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. മുമ്പേ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇവിടുത്തെ ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജും ഒക്കെ ചെയ്തു. ഊട്ടിയിലെ ഇവൻ പോയിട്ട്, ഈ ആകാശം പോയിട്ട് എന്തിനാ ഈ കറിവേപ്പില മേടിച്ചുകൊണ്ട് വന്നതെന്നറിയില്ല. ഞാനാണ് നല്ല കറിവേപ്പില വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളാ നോർത്ത് ഈസ്റ്റ് വഴിയും മറ്റേ നോർത്ത് ഇന്ത്യ വഴിയും ഒക്കെ ഈ കറിവേപ്പില കിട്ടാൻ വേണ്ടി ആടിപ്പാടി നിറഞ്ഞ കാലമുണ്ട്, അറിയോ? എടാ ഇത് വേറെ ഒന്നുമല്ല, ഈ ഊട്ടിയിലല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര ദൂരമല്ലേ ഉള്ളൂ, അതിനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കറിയാലോ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കറിവേപ്പിലയും കൊണ്ടാ പോരുന്നെന്ന്. നമുക്ക് വിഷാംശമുള്ളതൊന്നും കിട്ടിയില്ലല്ലോ. ശരിയാ, അതുകൊണ്ട് കിട്ടിയില്ല. കറക്റ്റാ. വെളിയിലിറങ്ങി നിൽക്കത്തില്ല, നല്ല തണുപ്പ്, വിറയ്ക്കുന്നു. ആകാശത്താണ് ഇഷ്ടം പോലെ നക്ഷത്രങ്ങളുണ്ട്. അധികം നേരം വെളിയിൽ നിൽക്കണ്ട. അതെ, കിടന്നേക്കാ ഇനി. അതെ, എല്ലാവരും കിടന്നു. പിള്ളേരൊക്കെ മുറിയിൽ കയറി കിടന്നു, ആകാശ ഫ്രണ്ടിലും കിടന്നു. അപ്പോഴേ നമുക്ക് ഇനിയും കിടന്നേക്കാം. അപ്പോൾ ഇന്നലെയാണെങ്കിലും നമ്മൾ താമസിച്ച് കിടന്നു, നേരത്തെ എണീറ്റു. അപ്പം നാളെ ഇച്ചിരി താമസിച്ച് എണീക്കാം. ഇന്നും താമസിച്ച് കിടന്ന് നാളെ താമസിച്ച് എണീക്കാം അല്ലേ? താമസം എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.